കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പേടിച്ച് അതിൻ്റെ അകത്ത് കഴിയുന്ന കുട്ടികളായിട്ട് ഏത് സമയത്താണ് ഇത് നിലം പതിക്കണമെന്ന് ഒന്നാമത്തെ അറിയാൻ പറ്റില്ല. ഞങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് എങ്ങോട്ട് പോകും? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ? എല്ലായിടവും വിട്ട് പൊളിഞ്ഞൊക്കെ പോയിരിക്കണം. ആരും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ഒന്നും ഞങ്ങളുടെ ഓരടക്കമാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് ഓരോ ഭാഗങ്ങൾ നിലത്തോട്ട് വീഴുന്ന അവസ്ഥ. ഓരോരുത്തർക്കും താമസിച്ച് പോകാൻ ഭയങ്കര പേടി അതിനകത്ത്. ഇപ്പം നല്ല മഴ വരും, ഞങ്ങൾ നീന്തി വേണം അവിടെ ചെല്ലാനായിട്ട്. ഇന്നലെ വരെ ഞങ്ങൾ നീന്തി നടക്കുമായിരുന്നു. മുമ്പെന്ന് വെച്ചാൽ കോളനിക്കാരെന്നുള്ള ഒരു രീതിയിലായിരുന്നു ഞങ്ങളൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. കരുത്തലപ്പറമ്പ് കോളനി എന്നാണ് അറിയണത്. അപ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര വിഷമമായിരുന്നു. എവിടെ ചെന്നാലും ആ ഒരു ഇത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളുടെ മക്കൾ വളർന്നു വന്ന ശേഷമാണ് കോളനി എന്നുള്ളൊരിത് മാറ്റിയെടുത്തത്. ഞങ്ങളായിട്ട് തന്നെ മാറ്റിയെടുത്താണ്. കരുത്തലപ്പറമ്പെന്ന് ആക്കി കളഞ്ഞു. കിളിക്കൂടിൽ കിടക്കണ പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഭാര്യയും മക്കളായിട്ട് നമുക്ക് കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പുറത്തുനിന്ന് ഒരാൾക്കാർ വന്ന് നമ്മൾ വേറെ റൂം എടുത്ത് താമസിക്കേണ്ട അവസ്ഥയാണ്. ഏത് നിമിഷം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പറ്റുന്ന അവസ്ഥയിലാണ് അന്നത്തെ വർക്കും. ഇപ്പോഴത്തെ കാണുമ്പോൾ തന്നെ അറിയാം, ഓരോ അവസ്ഥകൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മളുടെയൊക്കെ അവസ്ഥ. ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള ഈ പാനൽ ബോർഡിൻ്റെ ഇഷ്യൂ. വെള്ളം വന്നാൽ തങ്ങി കിടക്കാൻ നേരത്ത് അതുവഴി ആയിരിക്കും പാസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കറണ്ട് അതുവഴി തന്നെ പാസ്സാകാനുണ്ട്. വെള്ളത്തിൽ ചവിട്ടുമ്പോൾ തന്നെ ചില ടൈമിൽ കറണ്ട് പാസ്സാകുന്നുണ്ട്. ഒരു 4-5 പേർക്ക് തന്നെ അതിൽ അടി കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു ഇഷ്യൂ. പിന്നെ അത് കൂടാണ്ട് മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ആ റോട്ടിൽ നിൽക്കുന്ന എല്ലാ വെള്ളവും നേരെ ഇങ്ങോട്ട്, എല്ലാ ചെയറും കാര്യങ്ങളും ഫുള്ളും ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു വണ്ടി നിർത്തിയാലും എന്ത് നിർത്തിയാലും ഞങ്ങൾ കൊണ്ടുപോയിട്ട് റോട്ടിൽ കൊണ്ടിട്ടിട്ട് വേണം ഞങ്ങൾ നടന്നു വരാനായിട്ട് ആ ചെയർ വെള്ളത്തിൽ കൂടി. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അരക്ക് മേളിലാണ് വെള്ളം വന്ന് നിൽക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞ് വെള്ളം കയറാനാണ് ഇത് പൊളിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പണിത് തരാം, മഴയും വെള്ളപ്പൊക്കമൊന്നും കയറാത്ത രീതിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് 150 സ്ക്വയർ ഫീറ്റിലാണ് പണിത് തന്നത്. അത് ഉടായ്പ് പണിയാണ്. ഇത് പണിയുമ്പോൾ ഞങ്ങളെ കൊണ്ട് തന്നെ എല്ലാ പണിയും ചെയ്യിപ്പിച്ച് ഹാൻഡ് ഫയലിങ് നടത്തിയപ്പോഴേ ഒരു കുഴിയിൽ അവർ താത്തു, 3 കുഴിയിൽ വെറുതെ മെറ്റിലൊക്കെ കോരിയിടും. ഈ സെപ്റ്റി ടാങ്കൊക്കെ ലീക്കൊന്നും മാറ്റാണ്ടൊക്കെയാണ് ചെയ്തു തന്നത്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്കൊക്കെ ഒഴുകി പോണേന് നിറയും. ഫസ്റ്റ് കയറുന്ന ഈ താഴെയുള്ള വീടുകളിലാണ് വെള്ളം കയറുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.